കുട്ടികളെ നമ്മളുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ആൻഡ് റൂൾസ് ആപ്ലിക്കബിൾ ടു പ്രൊഡ്യൂസർ കമ്പനി. രണ്ട് കാര്യങ്ങളാണ്. പ്രൊഡ്യൂസർ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ആൻഡ് റൂൾസ് ആപ്ലിക്കബിൾ ടു പ്രൊഡ്യൂസർ കമ്പനിയാണ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞേക്കാം, അതുകൊണ്ട് നമ്മളുടെ ഈ യൂണിറ്റ് അവസാനിക്കുവാണ്. ഫസ്റ്റ് വൺ, there are 3 options for forming a producer company. ഒരു പ്രൊഡ്യൂസർ കമ്പനി ഫോം ചെയ്യുന്നതിന് 3 ഓപ്ഷനുകൾ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. അതായത് any 10 or more individual who are producers or person engaged in any activity connected with primary produce എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയുമായി ബന്ധമുള്ളവരായിരിക്കണം. 10 അതിലധികമോ ആൾക്കാർ ചേർന്നാൽ ഈ പ്രൊഡ്യൂസർ കമ്പനി എന്ന സംരംഭം തുടങ്ങാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് പോയിന്റ്, 10 അതിലധികമോ വ്യക്തികൾ ഉണ്ടായിരിക്കണം. അവരുടെ പ്രത്യേകത എന്താണ്? അവർ ഈ പ്രൈമറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ആയിരിക്കണം. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, കൃഷി, കൂടുതലായിട്ടും അഗ്രികൾച്ചറിന്, അല്ലെങ്കിൽ മീൻ വളർത്തൽ, അല്ലെങ്കിൽ തേനീച്ച ബീ റേസിങ്, അതുപോലുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട വ്യക്തികളായിരിക്കണം. 10 അതിലധികമോ ആൾക്കാരുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന നേരം 2 or more producer institutions. പ്രൊഡ്യൂസർ ഇൻസ്റ്റിറ്റ്യൂഷൻ 2 or 2 അതിലധികമോ ഈ പ്രൈമറി മേഖലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. വ്യക്തികളല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ 2 അതിലധികമോ ആൾക്കാർ മതി. 2 അതിലധികമോ ആൾക്കാരല്ല, 2 അതിലധികമോ ഇൻസ്റ്റിറ്റ്യൂഷൻ മതി. മൂന്നാമത്, ഈ പറഞ്ഞ 2 പേർ കൂടെ സംയുക്തമായിട്ട് തുടങ്ങാം. നമ്മൾ പറഞ്ഞായിരുന്നു 10 or more person എൻഗേജ്ഡ് ഇൻ ദ ആക്ടിവിറ്റി ഓഫ് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞായിരുന്നു. രണ്ടാമതുള്ള പറഞ്ഞായിരുന്നു 2 or more പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞായിരുന്നു. ഇവർക്ക് 2 പേർ കൂടെ വേണമെങ്കിൽ സംയുക്തമായിട്ടും ഈ പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ള സംരംഭം തുടങ്ങാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഈ പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 3 ടൈപ്പിൽ ചെയ്യാം എന്നാണ് നമ്മളിപ്പം കണ്ടത്. നെക്സ്റ്റ് കാര്യം ഓർത്തിരിക്കേണ്ടത്, ഒരു പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുക. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ടോ അത്രയും ആനുകൂല്യങ്ങൾ ആർക്ക് ലഭിക്കും? ഒരു പ്രൊഡ്യൂസർ കമ്പനിക്ക് ലഭിക്കും. എന്നിരുന്നാലും പ്രൊഡ്യൂസർ കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 lakh rupees ആണെങ്കിൽ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഈ ഒരു റൂള് ബാധകമല്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മാക്സിമം 50 പേരെ ആകാവൂ എന്നുള്ള നിബന്ധനയുണ്ട്. മാക്സിമം മെമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 50 എന്നുണ്ട്. എന്നാൽ പ്രൊഡ്യൂസർ കമ്പനിയിൽ അങ്ങനെ ഒരു നിബന്ധന ഇല്ല എന്നോട് ഓർത്തിരിക്കുക. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ PC ഈക്വൽ ടു പ്രൈവറ്റ് കമ്പനി. പ്രൊഡ്യൂസർ കമ്പനി എന്തിന് തുല്യമാണ്? പ്രൈവറ്റ് കമ്പനിക്ക് തുല്യമാണ്. എന്നാൽ ഇവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവരുടെ മിനിമം പെയ്ഡ് ക്യാപിറ്റൽ 1 lakh rupees എങ്കിലും വരണം. ഇവർക്ക് അങ്ങനെ ഒരു നിബന്ധനയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം 50 മെമ്പേഴ്സേ ആകാൻ പാടുള്ളൂ. പ്രൊഡ്യൂസർ കമ്പനിയിൽ അങ്ങനെ ഒരു നിബന്ധന ഇല്ല എന്നോട് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് വളരെ പെട്ടെന്ന് പറയുകയാണ്. റൂൾസ് ആപ്ലിക്കബിൾ ടു പ്രൊഡ്യൂസർ കമ്പനി. അത് 7 പോയിന്റാണുള്ളത്. ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചോളൂ, മെമ്പർഷിപ്പ് ടു പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഈ പ്രൊഡ്യൂസർ കമ്പനിയിൽ അംഗത്വം എടുക്കണമെങ്കിൽ ആ വ്യക്തി പ്രൈമറി പ്രൊഡ്യൂസർ പെടുന്ന ആളായിരിക്കണം.
പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കൃഷി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ ഹാൻഡ്ലൂം അല്ലെങ്കിൽ അതുപോലുള്ള മേഖല, കൈത്തറി നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പം മെമ്പർഷിപ്പ് ആർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ? പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളൂ. നെക്സ്റ്റ് വൺ, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. പ്രൊഡ്യൂസർ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി പോലാണെങ്കിലും അതിൻ്റെ അകത്തെ ബാധ്യത എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് കമ്പനിക്ക് തുല്യമാണ്. ലിമിറ്റഡ് കമ്പനിയുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി 10 രൂപയുടെ ഷെയർ എടുത്തു, അവൻ 8 രൂപ അടച്ചെങ്കിൽ പിന്നെ അവൻ്റെ ബാധ്യത 2 രൂപയേ ഉള്ളൂ. അതേ മോഡലിലാണ് ഈ സ്ഥാപനത്തിലെയും ലയബിലിറ്റി എന്ന് ഓർത്തിരിക്കുക. ഒരു ലിമിറ്റഡ് കമ്പനിയുടെ അതേ ലയബിലിറ്റിയാണ് ഈ പ്രൊഡ്യൂസർ കമ്പനിക്ക്. നെക്സ്റ്റ് വൺ, പ്രൈവറ്റ് കമ്പനി. രജിസ്ട്രേഷൻ്റെ സമയത്ത് കമ്പനി ലോ പ്രകാരം പ്രൊഡ്യൂസർ കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും ഒരേ ആനുകൂല്യങ്ങളാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, ഷെയർ ക്യാപിറ്റൽ. ഇവിടെ ഈ പ്രൊഡ്യൂസർ കമ്പനിയിൽ ഷെയർ ഉണ്ട്, പക്ഷെ ആ ഷെയർ ഇക്വിറ്റി ഷെയറുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. പക്ഷേ ഇത്തരം ഈ ഷെയറുകൾ നമ്മൾ ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പബ്ലിക്കിനൂടെ കൊടുക്കാം. പക്ഷെ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഷെയറുകൾ പബ്ലിക്കിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, വോട്ടിംഗ് റൈറ്റ്. If the membership is only of individual, then voting shall be based on single vote for every year. അപ്പം if the membership is only for individual basisലുള്ള മെമ്പർഷിപ്പാണ്. ഞാൻ പറഞ്ഞായിരുന്നു 2 അതിലധികം ഇൻസ്റ്റിറ്റ്യൂഷന് വേണമെങ്കിൽ ചേർന്ന് പ്രൊഡ്യൂസർ കമ്പനി ആകാം. വ്യക്തികൾക്ക് 10 അതിലധികം മെമ്പേഴ്സിന് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിലുള്ള ആണെങ്കിൽ സിംഗിൾ വോട്ടിനാണ് അവിടെ പ്രാധാന്യം. ബേസ്ഡ് ഓൺ സിംഗിൾ വോട്ട് ഫോർ എവരി മെമ്പർ. നെക്സ്റ്റ് വൺ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസിലാണ് പ്രൊഡ്യൂസർ കമ്പനി രജിസ്റ്റർ ചെയ്തെങ്കിൽ അവരുടെ ഷെയറിൻ്റെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചാണ് അവരുടെ വോട്ടിംഗ് റൈറ്റ് നിർണ്ണയിക്കുക. നെക്സ്റ്റ് വൺ, മൂന്നാമത് നമ്മൾ പറഞ്ഞായിരുന്നു കമ്പൈൻഡ് ആയിട്ട്, അതായത് വ്യക്തികളും ഈ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൂടി ചേർന്നുള്ളതാണെങ്കിൽ അവിടെയും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓരോ അംഗത്തിനും ഓരോ മെമ്പർക്കും ഓരോ വോട്ട് എന്ന അടിസ്ഥാനത്തിലായിരിക്കും ആ കേസിലും വോട്ടിങ് നടത്തുക എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് 2 പോയിന്റ് കൂടാണ്. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് 2 പോയിന്റ്സ് കൂടെ ഉള്ളൂ. 1 മാനേജ്മെൻറ്റ്, 2 റിസർവ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിക്കും 5 ഡയറക്ടർമാരും ഏറ്റവും കുറഞ്ഞത് 5 ഡയറക്ടേഴ്സ്, മാക്സിമം ഡയറക്ടേഴ്സിൻ്റെ എണ്ണം 15. ക്ലിയർ ആയല്ലോ? ഒരു പ്രൊഡ്യൂസർ കമ്പനിയിലുള്ള ഡയറക്ടർമാരുടെ എണ്ണം മിനിമം 5, മാക്സിമം 15. ഈ ഡയറക്ടർ ബോർഡിൽ പൂർണ്ണ സമയത്തും ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കണം എന്നും കൂടെ ഓർമ്മിക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, കരുതൽ ധനം അല്ലെങ്കിൽ റിസർവ്. അതായത് ഈ പ്രൊഡ്യൂസർ കമ്പനിയും ഓരോ വർഷവും കരുതൽ ധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പെൺപിള്ളേരെ കെട്ടിക്കാനാകുമ്പോൾ രക്ഷകർത്താക്കൾ അവർ പണിയെടുത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വിഹിതം എല്ലാ വർഷവും നീക്കി വെക്കും എന്ന് പറഞ്ഞാൽ തന്നെ ഈ കമ്പനികളും എല്ലാ വർഷവും ഒരു ഫണ്ട് എന്തിലേക്ക് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് റിസർവായിട്ട് മാറ്റി വെക്കണം എന്ന് ഓർത്തിരിക്കുക. ഈ റിസർവ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഈ ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റൂൾസ് ആപ്ലിക്കബിൾ ടു പ്രൊഡ്യൂസർ കമ്പനി. ഫസ്റ്റ് വൺ, മെമ്പർഷിപ്പ് ടു പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. സെക്കൻഡ് വൺ, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. പ്രൈവറ്റ് കമ്പനി എന്ന പേരിലാണ്. ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. വോട്ടിംഗ് റൈറ്റ് ഓരോന്നും വ്യത്യസ്തമാണ്. 10 അതിലധികം ആൾക്കാരാണെങ്കിൽ മെമ്പേഴ്സിന് അംഗത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിലാണെങ്കിൽ അങ്ങനെ, കമ്പൈൻഡ് ആണെങ്കിൽ ആ രീതിയിൽ എന്ന് ഓർത്തിരിക്കുക. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു PC കമ്പനിയിൽ മിനിമം 5 മുതൽ മാക്സിമം 15 ഡയറക്ടേഴ്സ് വരെ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഒരു ഫുൾ സമയത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഉണ്ടാവണമെന്ന് നിർബന്ധമാണ്. റിസർവ്, എല്ലാ പ്രൊഡ്യൂസർ കമ്പനികളും ഒരു കരുതൽ ധനം ശേഖരിച്ച് വെച്ചിരിക്കണം എന്ന ഒരു നിയമം കൂടെ ഉണ്ട്.
ഇതോടെ നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ്. അപ്പോൾ 2 ചാപ്റ്റർ കഴിഞ്ഞെന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 1 ആണ് കഴിഞ്ഞത്. ഈ മൊഡ്യൂൾ 1 കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കമ്പനിയെക്കുറിച്ച് ഒരു ധാരണ ആയി കാണും. കമ്പനിയെക്കുറിച്ചും നമ്മുടെ CRA എന്ന സബ്ജക്റ്റിൻ്റെ ഒരു പോക്കിനെ കുറിച്ചും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ മൊഡ്യൂൾ 2 കയറുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. ലൈവ് ക്ലാസ്സിലും എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.